ഡോക്ടർ ഇ.എൻ. ഉണ്ണികൃഷ്ണൻ എന്നിവർ നമ്പീശൻ മാഷുടെ ഓർമ്മകൾ പങ്കുവച്ചു. ചാലിശ്ശേരി സ്കൂളിൻ്റെ പ്രതിച്ഛായ മാറ്റിയ ഒരു വ്യക്തിത്വമാണ് നമ്പീശൻ മാഷ്. സ്കൂളിൽ ഡിസിപ്ലിൻ കൊണ്ടുവന്നത്. കൂടാതെ പുതിയ ബിൽഡിംഗ്, ഇപ്പോൾ ഓപ്പൺസ് നിൽക്കുന്ന പുതിയ ബിൽഡിങ്ങും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വന്നത്. വിദ്യാർത്ഥികളിൽ അച്ചടക്കം രൂപീകരിക്കുന്നതിന് മാഷിൻ്റെ സേവനം വളരെയധികം പ്രയോജനം ചെയ്തിരുന്നു. സ്കൂൾ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചേരാൻ തുടക്കം കുറിച്ചത് നമ്പീശൻ മാഷിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി. ചാലിശ്ശേരിക്കാർക്ക് അല്ലെങ്കിൽ ചാലിശ്ശേരിയിലുള്ളതായിരിക്കുന്ന ഒരു 60 വയസ്സിൻ്റെയും 70 വയസ്സിൻ്റെയും താഴെയുള്ളതായിരിക്കുന്ന ആളുകൾക്ക് ഓർമ്മിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്, അധ്യാപകനാണ് ശരിക്കും ശ്രീ പരമേശ്വരൻ മാഷ്. കാരണം മാഷ് വളരെ ചെറുപ്പകാലത്ത് ആണ് മാഷ് ഇവിടെ മേഴത്തൂർ ഹൈസ്കൂളിൽ നിന്ന് ചാലിശ്ശേരി ഹൈസ്കൂളിലേക്ക് അധ്യാപകനായിട്ട് എത്തുന്നത്. അന്നത്തെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് മാഷ് ഒരു വലിയ മോട്ടോർ സൈക്കിളിലാണ് എത്തുന്നത്. അന്ന് മറ്റൊരു അധ്യാപകർക്കും അത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. മാഷ് ആ ഒരു വാഹനത്തിൻ്റെ കൗതുകവും അതേപോലെ തന്നെ വളരെ ചെറുപ്പമായിട്ടുള്ള വളരെ എന്താ പറയേണ്ടത് വളരെ നല്ല സ്മാർട്ടായിട്ടുള്ളതായിരിക്കുന്ന ക്ലാസ്സും ഒക്കെ ഞങ്ങൾ വളരെയധികം ഓർമ്മിക്കുന്നുണ്ട്. ദീർഘകാലം അദ്ദേഹം ഇവിടെ അധ്യാപകനായിട്ട് ഉണ്ടാവുകയും ചെയ്തു. ആ ദീർഘകാല അധ്യാപകനായിട്ട് ഏകദേശം 94 വരെയാണെന്നാണ് ഓർമ്മ. അതിൽ അദ്ദേഹം സയൻസ് വിഷയങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് അന്ന് ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സയൻസ് 3 വിഷയങ്ങളിലും ഒരധ്യാപകൻ തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നീടാണ് 77-ന് ശേഷമാണ് 3 സയൻസായിട്ട് വിഭജിച്ചിട്ട് 3 ഭാഗങ്ങൾ വെവ്വേറെ ആളുകൾ പഠിപ്പിക്കുക എന്നുള്ളതിലെത്തിയത്. അപ്പം മാഷുടെ സയൻസ് ക്ലാസ്സുകൾ രസകരമായിരുന്നു. അതേപോലെ മാഷുടെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സമീപനങ്ങൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ആ അറിവുകളൊക്കെ വെച്ചിട്ടാണ് മാഷ് പിന്നീട് പ്രിൻസിപ്പളായിട്ട് ഹെഡ് മാസ്റ്ററായിട്ട് പ്രൊമോഷനായിട്ട് ഇടുക്കിയിലേക്ക് പോയി. പിറ്റത്തെ വർഷം തന്നെ അദ്ദേഹം ചാലിശ്ശേരി സ്കൂളിലേക്ക് തിരിച്ചു പോയി. ആ ഒരു വരവ് ചാലിശ്ശേരി സ്കൂളിൽ ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളതാണ് വസ്തുത. കാരണം അന്നത്തെ രക്ഷിതാക്കളുടെ സഹകരണത്തോട് കൂടിയിട്ട് സ്കൂളിൽ അച്ചടക്കം കൊണ്ടുവരുന്നതിനാണ് മാഷ് ശ്രമിച്ചത്. അധ്യാപകരായിട്ട് സഹകരിച്ചിട്ടുള്ള അധ്യാപകരെ മുഴുവൻ കൂടെ നിർത്തുകയും മുതിർന്ന കുട്ടികളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കുന്ന കുട്ടികളെ അവരവരുടെ വീടുകളിൽ പോയിട്ടും അതേപോലെ അവരുമായിട്ട് തോളിൽ കൈയിട്ടുകൊണ്ടും അവരുമായിട്ടുള്ള ചങ്ങാത്തം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സമീപന രീതിയാണ് മാഷ് എടുത്തത്. അതിനെ തുടർന്ന് കുട്ടികളെയും സ്കൂളിനെയും ഒരു തൻ്റെ പരിധിയിലാക്കുന്നതിനും പൂർണ്ണമായിട്ടുള്ള അച്ചടക്കം ഉണ്ടാക്കി തീർക്കുന്നതിനും മാഷ്ക്ക് സാധിച്ചു. അതാണ് മാഷ് ഏറ്റവും വലിയ വിജയം. ആ സമയത്ത് SLC വിജയ ശതമാനമൊക്കെ വളരെ മോശമായിട്ടുള്ളതായിരുന്നെങ്കിലും ചെറിയ ചെറിയ നല്ല ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് ഈ അച്ചടക്കം നമ്മളെ സഹായിച്ചു. കാരണം 5% ഉണ്ടായിരുന്ന വിജയ ശതമാനത്തിൽ നിന്ന് അത് ക്രമേണ 10 12 18 വരെയായിട്ട് മാഷാവുമ്പോഴേക്കും ഏകദേശം 18% റിസൾട്ട് ആവുന്ന രീതിയിലേക്ക് ഉയർന്ന് വന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്തായാലും അച്ചടക്കത്തിൻ്റെ കാര്യത്തിലും ഇരിക്കാനുള്ള ഭൗതിക ഉപകരണങ്ങളുടെ കാര്യത്തിലും ഈ സ്കൂളിന് വേണ്ടി ഏറ്റവും ആദ്യത്തെ ശ്രമം അദ്ദേഹം നടത്തി എന്നുള്ളത് നമ്മുടെ ചാലിശ്ശേരിക്കാർക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു അധ്യാപകനാണ് അദ്ദേഹം എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരും ഈ വിദ്യാലയവും നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിനോട് കടപ്പെട്ടിരുന്നു. അതിനോടൊപ്പം എൻ്റെ അധ്യാപകനും കൂടിയായിരുന്നു അദ്ദേഹം ഒരു ക്ലാസ്സിൽ എന്നെ സയൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ സഹോദരന്മാരുടെയും ഒക്കെ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്മരണാഞ്ജലികൾ